ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ RBL ബാങ്കിന്റെ ഷോപ്പ് റേറ്റ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഇതൊരു എൻട്രി ലെവൽ കാർഡാണ് നമ്മുടെ RBL ബാങ്കിന്റെ. അപ്പോൾ എൻ്റെ ഞാൻ ആക്ച്വലി ഇപ്പോൾ RBL ബാങ്കിന്റെ ബജാജ് ഫിൻസർവിന്റെ ബേസിക് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതെൻ്റെ ആദ്യം പ്രീമിയം കാർഡായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ എന്താ പറയുക പ്ലസ് എന്ന് പറഞ്ഞൊരു കാർഡായിരുന്നു. പിന്നെ ഞാനത് വാല്യൂ പ്ലസ് എന്ന് പറഞ്ഞൊരു കാർഡിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്ത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതിനും 500 രൂപ പ്ലസ് GST തന്നെ ചാർജസ് സംഭവമൊക്കെ വരുന്നത്. അപ്പോൾ അത് കുറച്ച് ഡിഫറൻസ് റേറ്റ് റിവാർഡ് റേറ്റ് കുറച്ച് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്, അല്ലാണ്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഇവരെ എല്ലാ കാർഡുകളും ഓൾമോസ്റ്റ് ഈക്വൽ പോലെ തന്നെയാണ്. അപ്പോൾ കുറേ കമൻസായി നമുക്കിത് വരുന്നു RBL ഷോപ്പ് റേറ്റ് കാർഡിനെ കുറിച്ച് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പൊതുവേ RBL കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡുകളൊന്നും വലിയ വാല്യൂ തരുന്ന കാർഡുകളൊന്നുമല്ല. നമുക്കൊരു ആദ്യത്തെ കാർഡോ രണ്ടാമത്തെ കാർഡോ മൂന്നാമത്തെ കാർഡൊക്കെ ആയിട്ട് കിട്ടുകയാണെങ്കിൽ എടുത്ത് വയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഏറ്റവും ആദ്യത്തെ കാർഡായിരുന്നു ബജാജ് ഫിൻസർ RBL കാർഡ്. 6 കൊല്ലമായിട്ട് 7 കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സാധനം എപ്പോഴും കയ്യിലുണ്ട്, പക്ഷേ ഉപയോഗിക്കൽ ഭയങ്കര കുറവാണ്. RBL ബാങ്കിൻ്റെ ഓഫറോ സംഭവമൊക്കെ നമുക്ക് ആമസോണിലൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാറുണ്ടെന്ന് അല്ലാണ്ട് നമ്മളത് ഭയങ്കര ലിമിറ്റഡ് ആണ്. ഞാനത് കാർഡ് നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ 2-3 കാർഡൊക്കെ ക്യാരി ചെയ്യാറുള്ളൂ നമ്മുടെ പേഴ്സിൽ, വാലറ്റിൽ. അല്ലാത്ത കാർഡൊക്കെ ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ വേറെ വാലറ്റ് പേഴ്സിലാണ് ഞാൻ വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിൽ കുറേ കാലമായിട്ട് പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു, പക്ഷേ അതിൻ്റെ എടുത്ത് കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ഇതാണ് ഇപ്പോൾ ഞാൻ വാലറ്റ് എൻ്റെ ക്രെഡിറ്റ് കാർഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദ ഒരു വാലറ്റാണ്. ഈ സാധനം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് 300 രൂപ 400 രൂപ അങ്ങനെ ഒരു എത്ര രൂപ സംതിങ് ആയിരുന്നു. ഇതെല്ലാം ഒരാളെ കിട്ടാ കുറേ കാർഡുകൾ ചിലപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇത്ര കാർഡുകൾ എടുക്കാനൊന്നും റെക്കമെൻഡ് സംഭവമൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ആക്ച്വലി കുറേ എണ്ണം നമ്മുടെ വീഡിയോ പർപ്പസിന് എടുക്കുന്നതാണ്, നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും കാണിച്ചു തരാൻ വേണ്ടി കൂടി എടുക്കുന്നതാണ്. അതല്ലാണ്ട് ഞാൻ ഇത്ര കാർഡ് എടുത്ത് ഉപയോഗിക്കാനൊന്നും ഞാൻ തീരെ ആരും റെക്കമെൻഡും ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ ഇത് ഇത്രയും കാർഡ് ഉണ്ടായാൽ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് പറയാം, എനിക്കറിയാം, നിങ്ങൾക്കറിയാം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി എത്ര കാർഡ് എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആനുവലിയും ജോയിനിങ് ചാർജും കുറേ കാർഡിൻ്റെ ചാർജ് കൊടുക്കണം. അപ്പോൾ അത് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ്. അപ്പോൾ ഇത്രയധികം കാർഡൊന്നും ചുമ്മാ എടുത്ത് വെക്കരുത്, യൂസ് ഉണ്ടെങ്കിൽ മാത്രം എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നല്ല കാർഡുകൾ നോക്കി എടുത്ത് വയ്ക്കുക. RBL കാർഡ് ഞാൻ വേസ്റ്റോ അല്ലെങ്കിൽ തട്ടിപ്പോ അങ്ങനത്തെ സംഭവമൊന്നും ഞാൻ പറയില്ല. എനിക്ക് ഇതിലായിട്ട് ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വലിയ ഓഫേഴ്സും സംഭവമൊന്നും വരില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ബജാജ് ഫിൻസർവിൻ്റെ RBL ബാങ്കിൻ്റെ സൂപ്പർ കാർഡ് എന്ന് പറഞ്ഞ സാധനം. ഇതായിരുന്നില്ല എൻ്റെ മുമ്പ്. ഒരു കൊല്ലം എനിക്ക് ആദ്യം കിട്ടിയ സമയത്ത് എനിക്ക് അതിൻ്റെ കറക്റ്റ് പേര് ഓർമ്മയില്ല, വാല്യൂ പ്ലസ് അങ്ങനെ എന്തോ ആയിരുന്നു ഇത്. എന്നിട്ട് അതിന് 999 പ്ലസ് GST ആയിരുന്നു ചാർജ്. ഇവർ എല്ലാം എപ്പോഴും നമ്മളെ വിളിച്ചിട്ട് നമ്മളെ കൊണ്ട് അവരുടെ ഹൈ പ്രീമിയം കാർഡ് എടുപ്പിക്കാൻ നോക്കും. അത് നിങ്ങൾ തീരെ അലോ ചെയ്യരുത്. നമുക്ക് ബേസിക് കാർഡ് 499 കാർഡ് ഉണ്ടെങ്കിൽ അതിന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാം. ഇവർ സെയിൽസ് കൂട്ടാൻ RBL ബാങ്കൊക്കെ ഏജൻസിക്കാർക്ക് കൊടുത്തേക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ കുറേ ഉടായ്പൊക്കെ പറയും, നമുക്കത് ഫ്രീ ആണ്, ലൈഫ് ടൈം ഫ്രീ ആണ്, ഫസ്റ്റ് ഇയർ ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അതൊന്നും ആവില്ല. ഇവരുടെ മോസ്റ്റ്ലി കാർഡുകളും ചാർജബിൾ ആയിരിക്കും. ചിലവർക്ക് മാത്രം ഫസ്റ്റ് ഇയർ ജോയിൻ ഫീസിലാണ് കിട്ടുന്നുണ്ട്. അതല്ലാണ്ട് ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ടൊന്നും ഈ സാധനം കൊടുക്കുന്നില്ല. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ മറക്കണ്ട. നമ്മൾ യെസ് എന്ന് പറയുന്നതും ഓക്കെ പറയുന്നതും ഒക്കെ അവരുടെ റെക്കോർഡ് ചെയ്യുന്നത് അവിടെ അവരുടെ സേഫ്റ്റിക്ക്. നമ്മളിത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇവർ കുറേ പേരെ കൊണ്ട് ഇൻഷുറൻസും സംഭവമൊക്കെ എടുപ്പിക്കുന്നത് അതൊന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു RBI റൂളും ഇല്ല. ഇൻഷുറൻസ് ഇല്ലാണ്ട് ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല എന്നൊക്കെ ഇവർ കുറേ ഏജൻസിക്കാർ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ട് തിന്നോളാൻ പറയാതാണ്, നമുക്ക് വേണ്ടാന്ന് പറയാം. അപ്പോൾ അവർ തന്നെ പതുക്കെ സാധാരണ വഴിയിലേക്ക് വന്നോളും. എന്താ വെച്ചാൽ ഇവർക്ക് ആ കാർഡ് വെട്ടി കഴിഞ്ഞാലാണ് കമ്മീഷൻ കിട്ടുള്ളത്. ഏജൻസിക്കാരെ വിളിക്കുന്നത്, അല്ലാണ്ട് ബാങ്കുകളൊന്നല്ല. അപ്പോൾ അത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നു ഇതിൻ്റെ റിവാർഡ് റേറ്റും കാര്യങ്ങളൊക്കെ പറയാം. വലിയ ഒരു എടുത്ത് പറയാനുള്ള റിവാർഡ് റേറ്റ് സംഭവമൊന്നുമില്ല. ജോയിൻ ഫീസും ആനുവൽ ഫീസും 500 രൂപ പ്ലസ് GST വരുന്നത് ഷോപ്പിംഗ് കാറ്റഗറിയിൽ വരുന്ന ഒരു കാർഡാണ്. നമുക്ക് റിവാർഡ് പോയിന്റ്സ് ആയിട്ട് വരുന്നത് റിവാർഡ് ടൈപ്പ് ആയിട്ട് വരുന്ന റിവാർഡ് പോയിന്റ്സ് ആണ്. വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് 2000 രൂപയുടെ ബോണസ് റിവാർഡ് പോയിന്റ് ഇൻ ദ ഫോം ഓഫ് വെൽക്കം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അത് ഈ എന്താ പറയുക ബജാജ് ഫിൻസറിന്റെ കാർഡിലും കിട്ടുന്നുണ്ട്. പക്ഷെ അതൊരു കാര്യമില്ല. എന്ന് വെച്ചാൽ 2000 രൂപയുടെ പോയിന്റ് നമ്മൾ റിഡീം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൽ 299 രൂപ റിഡംഷൻ ചാർജ് കൊടുക്കണം. മിനിമം 100 കൊടുക്കണം. അതാണ് കുഴപ്പം. അതിന്റെ ഭയങ്കര കത്തിയാണ്. അപ്പോൾ ഒരു കാര്യമില്ല. അത്യാവശ്യം നല്ല പോയിന്റ്സ് ആയി കഴിഞ്ഞാൽ മാത്രം റിഡീം ചെയ്യാൻ പോയാൽ മതി. പിന്നെ നമുക്ക് മൂവി ആൻഡ് ഡൈനിങ് ബെനിഫിറ്റിൽ 10% ഡിസ്കൗണ്ട് ഓൺ ബുക്ക് മൈ ഷോ നമുക്ക് 15 പ്രാവശ്യം ഇൻ എൻ ഇയർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1 റിവാർഡ് പോയിന്റ് ഫോർ എവറി 100 റുപ്പീസ് സ്പെൻഡ് ഓൺ റീറ്റെയിൽ സ്പെൻഡും അതുപോലെ തന്നെ 20 റിവാർഡ് പോയിന്റ് ഓൺ ഗ്രോസറി പർച്ചേസും നമുക്ക് കിട്ടുന്നുണ്ട്. റിവാർഡ് റിഡംഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 0.25 പൈസയാണ് കേട്ടോ. ട്രാവൽ ബെനിഫിറ്റ് ഒന്നുമില്ല, ലോഞ്ചസോ ഇന്റർനാഷണൽ ലോഞ്ചസോ ഒന്നുമില്ല, ഇൻഷുറൻസ് ബെനിഫിറ്റും സംഭവമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ആനുവൽ ഫീ വേവ് ഓഫ് നമുക്ക് ആക്ച്വലി സ്പെൻഡ് ബേസിസ് ആണ്. റിവാർഡ് റിഡംഷൻ ഫീസ് എന്ന് പറയുന്നത് 999 പ്ലസ് GST ആണ് മിനിമം വരുന്നത്. ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് 3.5% വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് ചാർജ് വരുന്നത് 3.99 പെർ മന്ത് ആണ്. ഫ്യൂവൽ സർചാർജ് നമുക്ക് 1% ഫ്യൂവൽ സർചാർജ് വേ ഓഫ് നമുക്ക് വരുന്നുണ്ട്. ക്യാഷ് അഡ്വാൻസ് ഫീ ആയിട്ട് 2.5% അല്ലെങ്കിൽ നമുക്ക് മിനിമം 100 രൂപ വരുന്നുണ്ട് കേട്ടോ. ഈ RBL ഷോപ്പ് റേറ്റിനെ കാർഡും ഒരു ഗുണം നമുക്ക് ആക്ച്വലി ബജാജ് ഫിൻസറിന്റെ സൂപ്പർ കാർഡിലുണ്ട്. അതായത് നിങ്ങൾ ATM ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല.
ഈ അഡ്വാൻസ് ഫീ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ഈ അഡ്വാൻസ് ഫീ ഉണ്ടായിരിക്കും. അതാണ് ഈ ATM ഉപയോഗിക്കുമ്പോൾ ഈ ബജാജ് ഫിൻസർ കാർഡിൻ്റെ ഒരു സ്ലൈറ്റ് ഒരു പ്രോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഞാൻ ഇത് എന്താ പറയുക ATM ഉപയോഗിക്കാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ അത് എമർജൻസി പർപ്പസിന് മാത്രം ഉപയോഗിക്കാൻ അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എത്രക്കിനുള്ളൂ, വലിയ സംഭവങ്ങളൊന്നും ഇല്ല അത് ആക്ച്വലി. ഇതിന് ഞാൻ ആക്ച്വലി ഈ കാർഡിനെക്കാട്ടും 1.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആക്ച്വലി ആനുവൽ ഫീസ് വേവ് ഓഫ് ചെയ്യാൻ പറ്റൂട്ടാ. ഇത് ആക്ച്വലി ഇതിനെക്കാട്ടും നല്ലത് ഞാൻ ആക്ച്വലി പറയാം, നിങ്ങൾ RBL ബാങ്കിന്റെ ബജാജ് ഫിൻസർവിന്റെ സൂപ്പർ കാർഡ് ബേസിക് കാർഡ് എടുക്കുകയായിരിക്കും നല്ലത്. ഞാൻ ഇപ്പം നേരത്തെ കാണിച്ചെന്നല്ലോ. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതായിരിക്കും ഇതിനായിട്ടും കുറച്ചുകൂടി നല്ലതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. നമുക്ക് പക്ഷേ ആമസോണിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് RBL ബാങ്കിന്റെ ഓഫർ നമ്മളൊക്കെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കാർഡ് ഉപയോഗിക്കാൻ പറ്റും. അതൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ക്രെഡിറ്റ് ലിമിറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത സംഭവമാണ്. കറക്റ്റായിട്ട് ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ സംഭവമൊന്നും പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ അത്ര കാലം ഉപയോഗിച്ചാണ്. പിന്നെ EMI ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയായിരിക്കും നല്ല ഇൻട്രസ്റ്റ് പിടിക്കും. പ്രസന്റ് ഫീ അതെല്ലാത്തിലും വരുന്നതാണ്. പ്രസന്റ് ഫീ നമുക്ക് ഫസ്റ്റ് EMI ഉണ്ടായിരിക്കും. അതല്ലാണ്ട് ഒരു അങ്ങനെ ഉടായ്പ എന്ന് വെച്ചാൽ ഇതൊരു ബാങ്കാണ്. അധികം ഉടായ്പ കാണിച്ചാൽ RBI സൈഡിൽ നിന്ന് ബാങ്ക് കിട്ടും. അപ്പോൾ ബജാജ് ഫിൻസർവിന്റെ സൈഡിൽ നിന്ന് ഉടായ്പ കാണിക്കുന്ന പോലെ അത്ര അധികം ഉടായ്പൊന്നും ഈ ബാങ്കിന്റെ സൈഡിൽ നിന്ന് കാണിക്കാൻ പറ്റില്ല. അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അവരുടെ ബാങ്കിങ് ലൈസൻസ് പോകും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ. അപ്പൊ അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ബാങ്കിന്റെ കാർഡുകൾ എടുക്കാൻ പറയുന്നതും ബാങ്കിന്റെ ലോൺ എടുക്കാൻ പറയുന്നതും റെക്കമെൻഡേഷൻ ചെയ്യുന്നത്. പക്ഷെ അതിന് ഇപ്പൊ നിങ്ങൾ ഒരു NBFCയുടെ ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 5 സ്റ്റെപ്പിൽ സംഭവം കിട്ടും. ബാങ്കിന്റെ ലോൺ എടുക്കാൻ പോയി ചിലപ്പോൾ നിങ്ങൾക്ക് 10 സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. അതാണ് വേറെ പ്രോബ്ലം. അപ്പോൾ പിന്നെ ഇപ്പോൾ NBFCകളും RBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള NBFCകളുണ്ട്. അപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ വലിയ പ്രോബ്ലം വരുന്നില്ല. പക്ഷേ ഈ തിരിച്ചടവ് സംഭവങ്ങളൊക്കെ മുടക്കി കഴിഞ്ഞാൽ ഒരു വിളിക്കലും അതുപോലെ തന്നെ ശല്യം ചെയ്യലൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ബ്ലാക്ക് മെയിലിംഗ് സംഭവമൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ അഗെയിൻസ്റ്റ് ആണ് RBI റൂളിന്റെ. പക്ഷേ ഒരു കളക്ഷൻ ഏജന്റ് വീട്ടിൽ വരാം, അങ്ങനെയൊക്കെ ശരിക്കും. ആക്ച്വലി കളക്ഷൻ ഏജന്റ് എന്ന് പറയുന്നത് ബാങ്കുകളടക്കം അവരുടെ കയ്യിലുള്ള സംഭവമാണ് വെച്ചാൽ അവർ കളക്ഷൻ ഏജന്റിൽ കൊടുക്കും. അങ്ങനെ ആ EMI കളക്ട് ചെയ്യാനുള്ള ഒരു ജോബ് പോലെ കൊടുക്കുന്നതാണ്. അപ്പോൾ അവർ ചിലപ്പോൾ പ്രൈവറ്റ് ഏജൻസികളായിരിക്കും. അപ്പോൾ അവർ ആ കാശ് കിട്ടാൻ വേണ്ടി നമ്മളെ വിളിച്ചിട്ട് ചിലപ്പോൾ ചീത്ത പറയില്ല, അങ്ങനെയൊക്കെ ചെയ്യും. ശരിക്കും അങ്ങനെ ചീത്ത പറയാൻ പാടില്ല. അത് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാം RBIയുടെ സൈഡിലേക്ക്. അതെന്ന് വെച്ചാൽ ഇവര് ബാങ്കുകൾ മിക്ക പ്രൈവറ്റ് ബാങ്കുകളും ഈ കളക്ഷൻ ഏജൻസികളുണ്ട് പറയാം, അതിനൊക്കെ കൊടുത്തൊക്കെയാണ്. അപ്പോൾ അവരാണ് ഈ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തലും വാട്സപ്പ് മെസ്സേജൊക്കെ അയക്കുന്നത്. അത് ബാങ്കായാലും ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ അപ്പോൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ ലോൺ എമൗണ്ട് EMI കറക്റ്റായിട്ട് അടച്ചു പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ ഓട്ടോ പേ എനേബിൾ ചെയ്ത് വെക്കുക കറക്റ്റായിട്ട് ആ സമയത്ത്. ഇപ്പോൾ നിങ്ങൾ മറക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ പേ എനേബിൾ ചെയ്ത് വെച്ചാൽ കറക്റ്റായിട്ട് ആ സമയത്താകുമ്പോൾ തന്നെ ഡെബിറ്റ് ചെയ്ത് പോയിക്കോളും. അല്ലാത്ത പക്ഷം ഞാൻ ഓട്ടോ പേ എനേബിൾ ചെയ്യാൻ വെക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. കറക്റ്റ് നിങ്ങൾക്ക് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് സമയം അടയ്ക്കുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മറന്നു പോകുന്ന ടൈപ്പ് ആളാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഓട്ടോ പേ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ലോൺ ആണെങ്കിൽ ഇമെയിലായിട്ട് ചെയ്ത് വെക്കുക, ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്യുന്ന പരിപാടി. അല്ലെങ്കിൽ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോറിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. സിവിൽ സ്കോറിനെ കുറേ പേരൊക്കെ കൊച്ചാക്കി കണക്കാറുണ്ട്. ആ ആൾക്കാരൊക്കെ ഇപ്പോൾ കുറേ അനുഭവിക്കുന്നുണ്ട്. സിവിൽ സ്കോറിലുണ്ട് ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ കിട്ടാണ്ട്, ഹോം ലോൺ കിട്ടാണ്ടൊക്കെ കിടന്ന് കുറേ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അതിൻ്റെ ആവശ്യം വരുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ അതിനെ കൊച്ചാക്കി കാണുന്നതും വേണ്ട. കുറേ പേർക്ക് ഇതിനെ എന്ത് സ്കോറാണ്, നമ്മുടെ പരീക്ഷയുടെ സ്കോറൊന്നല്ലോ എന്ന് കുറേ പേരെ വിചാരം. അപ്പോൾ ഈ ഒരു വൺ ഓഫ് ദി മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. നിങ്ങൾ ചിലപ്പോൾ സ്റ്റുഡൻറ്റും 20 വയസ്സുള്ള 22 വയസ്സുള്ള ഒരാളായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരില്ല. പക്ഷേ ഒരു 25 വയസ്സ് 26 വയസ്സ് ചിലപ്പോൾ അബ്രോഡ് പോകാൻ ലോൺ എടുക്കാനൊക്കെ പോകുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കും ആവശ്യം വരിക. അപ്പോൾ പിന്നെ തലറിഞ്ഞിട്ട് ഒരു കാര്യമില്ല, പെട്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ RBL ബാങ്കിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2 ചാനൽ മാതൃകയെ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കംപ്ലീറ്റ് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ പുതിയ ചാനൽ ജയിച്ചു പോയ മാതൃകയെ കണ്ടുവെക്കുക. നമ്മളത് ടെക്നിക്കലും ഫൈനാൻഷ്യൽ ന്യൂസുകളും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് കംപ്ലീറ്റ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് ബ്ലോഗാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.